വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ സൊമാറ്റോ സെൻസറി റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം വീഡിയോ സീരീസിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ആദ്യം എന്താണ് സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിന്റെ ചുറ്റുപാടുകളുമായിട്ട്, പുറത്തെ ചുറ്റുപാടുകൾ മാത്രമല്ല അകത്തെ ചുറ്റുപാടുകളും, രണ്ട് ചുറ്റുപാടുകളും പരിതസ്ഥിതികളും ആയിട്ട് ഒരേ സമയം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്കറിയാം, കണ്ടിന്യൂസ്ലി മോണിറ്ററിംഗ് ആണ് നമ്മുടെ ശരീരം. സോ ഇങ്ങനെ വിവരം ശേഖരിക്കുന്ന നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗത്തിന്റെ പേര്, അതിനെ നമ്മൾ വിളിക്കുക സെൻസറി ന്യൂറോൺസ് എന്നാണ്. സോ ഇവിടെ നിന്ന് ഒരു ന്യൂറോൺ, ഇത് കാലാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ന്യൂറോൺ ഇങ്ങനെ പോയി ഇവിടെ എത്തുന്നു. സോ ദിസ് ഈസ് സെൻസറി ന്യൂറോൺ ആണ്, സെൻസറി ന്യൂറോൺ. അപ്പൊ ഇങ്ങനെ വിവരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് മോട്ടോർ ന്യൂറോൺ, ഇങ്ങോട്ടോ വരികയാണെങ്കിൽ അതിനെ നമ്മൾ മോട്ടോർ ന്യൂറോൺ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അപ്പോൾ ഇത് സെൻസറി, ഇത് മോട്ടോർ. ഈ വിവരശേഖരണം നടത്താൻ അകത്തും പുറത്തുമുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ അവിടെ ഓരോ റിസപ്റ്റേഴ്സ് കാണണമല്ലേ? ഇവിടെ ഒരു റിസപ്റ്റേഴ്സ് കാണണം. സോ ദീസ് റിസപ്റ്റേഴ്സ് ആർ കോൾഡ് ആസ് സെൻസറി റിസപ്റ്റേഴ്സ്. സോ ഇതിനാണ് നമ്മൾ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. വെറുതെ പ്ലെയിൻ ആയിട്ട് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫാർമക്കോളജിക്കാരുടെ മരുന്നുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ എൻഡോജീനിയസ് കെമിക്കൽസിന് വേണ്ടി സെല്ലിനകത്തും പുറത്തുമൊക്കെയുള്ള റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ വെറുതെ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് പറയണം. സോ ഇഫ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻസറി റിസപ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ, നിങ്ങൾ എഴുതുക, സ്പെഷ്യലൈസ്ഡ് എന്താണ്? സെൻസറി വാക്ക്, സ്ട്രക്ചേഴ്സ് that can എന്തൊക്കെ ചെയ്യാം? ഡിറ്റക്ട് ചെയ്യാം. that can detect and then it can also respond ചെയ്യല്ല. ഡിറ്റക്ട് ചെയ്യൽ മാത്രമല്ല, it can respond to various sensations, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റിമുലൈ എന്നാണ് പറയുക, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അപ്പൊ നമുക്ക് പറയാം അറൈസിങ് ഫ്രം ഇൻസൈഡ്, ബോഡിയുടെ അകത്ത് നിന്നോ, ഓർ ഫ്രം ഔട്ട്സൈഡ് ഓഫ് അവർ ബോഡി എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ദേ ക്യാൻ ഡിറ്റക്ട് ആൻഡ് ദേ ക്യാൻ റെസ്പോണ്ട്. ആൻഡ് ഇത് ചെയ്യുന്നത് ദേ ക്യാൻ കൺവേർട്ട് വേരിയസ് ഫോംസ് ഓഫ് ദി സ്റ്റിമുലൈ ഓർ സെൻസേഷൻ ഇൻറ്റു, ആദ്യം ഒരു ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആക്കിയായിരിക്കും മാറ്റുക. അതിന് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ സ്റ്റിമുലൈ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് ക്യാൻ മൂവ് ടു ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയി. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബിക്കം ആൻ ഇലക്ട്രിക്കൽ ഫോം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ് ക്യാൻ ബി ഒറ്റ സ്റ്റെപ്പ് ആയിരിക്കാം, ഇങ്ങനെ വരുന്നു. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് മൈനസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോം ആയിട്ട് മാറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ എന്ത് പറ്റുക? അത് ഫോട്ടോ എനർജിയാണ്. ഫോട്ടോ എനർജി നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കെമിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത് അല്ലെ? സിസ് റെറ്റിനാലിനെ നമ്മൾ ട്രാൻസ് റെറ്റിനാൽ ആക്കി മാറ്റുന്നു. അത് സൈക്ലിക് GMP ആക്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെ, പിന്നീടാണ് എന്ത് സോഡിയവും പൊട്ടാസ്യവും അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നത്. സോ ഇറ്റ് ക്യാൻ ബി മൾട്ടി സ്റ്റെപ്പ് ഓർ സിംഗിൾ സ്റ്റെപ്പ്, എങ്ങനെയെങ്കിലും ആകാം. സോ ഇതിന് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറയാ, ട്രാൻസ്ഡക്ഷൻ. സോ ഈ സെൻസറി റിസപ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? സെൻസറി റിസപ്റ്റർ എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് പോകുന്ന അഫറന്റ് സെൻസറി പാത്വേയുടെ ഭാഗമാണ് അല്ലെ? ബ്രെയിനിലേക്ക് ഇങ്ങനെ പോകുന്ന അഫറന്റ് സെൻസറി പാത്വേയിലെ ആദ്യ ഏരിയ ആണിത്. സോ ദീസ് ആർ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് കൂടിയാണ്, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഓഫ് ദ സെൻസറി അഫറന്റ് പാത്വേ. മുകളിലേക്ക് ബ്രെയിനിലേക്ക് വിവരങ്ങളുമായിട്ട് പോകുന്ന സെൻസറി അഫറന്റ് പാത്വേയുടെ ആദ്യ ഭാഗമാണ് സെൻസറി റിസപ്റ്റർ. ദെൻ ന്യൂറോൺ ഇങ്ങനെ അങ്ങ് പോകും. നമുക്ക് സെൻസറി റിസപ്റ്റേഴ്സിന്റെ ഈ വഴി എന്ന് വരച്ചാൽ ഇതെന്റെ കൈയാണെന്ന് വിചാരിക്കാം. ഈ കൈയിന്റെ ഇവിടെ ഒരു സെൻസർ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത് എന്റെ സ്പൈനൽ കോഡാണെന്ന് വിചാരിക്കും. ഓക്കെ, സ്പൈനൽ കോഡ് ഇങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ സ്പൈനൽ കോഡ്. സോ കയ്യിൽ നിന്ന് അപ്പോൾ ഒരു നെർവ് എൻഡ് ഇങ്ങനെ ഇവിടെ തുടങ്ങാണ് സെൻസർ റിസപ്റ്റേഴ്സ്. ദിസ് ഈസ് സെൻസർ റിസപ്റ്റർ. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ്സിന്റെ അവസാനമാണത്. ഡെൻഡ്രൈറ്റ്സ് ഇങ്ങനെ തുടങ്ങി അത് ഇവിടെ പോയാണ് അവസാനം. സെൽ ബോഡി ഈസ് ഹിയർ. ഇത് ഭാഗത്തിന് നമ്മൾ പറയാ ഡോർസൽ ഹോൺ ഓഫ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ ഡോർസൽ ഹോണിലാണ്. ഇവിടെ നിന്നാണ് ഇതിന്റെ ആക്സോൺ തുടങ്ങുക. ആക്സോൺ ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക് വരികയാണ്. സോ ദിസ് ഈസ് എസെൻഷ്യലി ദ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ ആണ്. സ്യൂഡോ, മിക്കവാറും എല്ലാം തന്നെ സ്യൂഡോ യൂണിപോളാർ ന്യൂറോണിന്റെ അറ്റമാണ് ഡെൻഡ്രൈറ്റിക് എൻസ് ആണ്. ആണ് നമ്മൾ ഈ പറയുന്ന സെൻസറി റിസപ്റ്റേഴ്സ്. മിക്കവാറും, എല്ലാം അല്ല കേട്ടോ, കണ്ണിലൊക്കെ അങ്ങനെയല്ല, ചെവിയിൽ അങ്ങനെയല്ല, പല സ്ഥലത്തും വ്യത്യാസമുണ്ട്. എങ്കിലും മിക്കവാറും സാധനങ്ങൾ ഇവിടെ ഈ സംഭവമായിരിക്കും. അപ്പൊ ഈ പോകുന്നത് ചിലപ്പോൾ മൈലിനേറ്റഡ് ആകാം. മൈലിനേറ്റഡ് തന്നെ കൂടുതൽ കട്ടിയുള്ള ഉണ്ടാകാം, കുറച്ച് കട്ടിയുള്ള ഉണ്ടാകും, ചിലപ്പോൾ അൺമൈലിനേറ്റഡ്
മൈലിനേറ്റഡ് ആയിരിക്കാം. അതനുസരിച്ചൊക്കെയായിരിക്കും ഇതിന്റെ സ്പീഡൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ മെസ്സേജ് ഇതിങ്ങനെ അങ്ങോട്ട് പോവുകയാണല്ലോ. സെൻസർ റിസപ്റ്റേഴ്സിൽ നിന്ന് സിഗ്നൽസ്, ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇതെന്താണ് ഭാഗം? സ്പൈനൽ കോഡാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇന്റഗ്രേഷൻ നടക്കും അല്ലെ. ഈ ഭാഗം നമുക്കറിയാം ഗ്രേ മാറ്റർ ആണ്. ഗ്രേ മാറ്റർ അതിനകത്ത് ഇന്റർന്യൂറോൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇന്റഗ്രേറ്റിംഗ് സെന്റർ ആണ്. ദാറ്റ് വിൽ ഇന്റഗ്രേറ്റ്. അപ്പൊ നമുക്ക് തോന്നുന്നതിനെയാണ് നമുക്ക് സെൻസേഷൻ എന്ന് പറയാം. സോ ഇവിടെ എത്തുമ്പോൾ സെൻസേഷൻ നടക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ഇവിടെ എന്തോ തട്ടിയതാണല്ലോ, തട്ടിയത് എന്തോ തട്ടി അല്ലെ, ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. കയ്യിൽ എന്തോ കൊണ്ടു എന്നുള്ളതാണ് ആ സെൻസേഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ നിന്ന് നേരെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിലെ അവസാനം ബ്രെയിനിന്റെ ഏറ്റവും പുറം ഭാഗമായിട്ടുള്ള കോർട്ടക്സിൽ ഈ മെസ്സേജ് എത്തും. സെക്കൻഡ് ഓർഡറോ തേർഡ് ഓർഡർ ന്യൂറോൺസോ അവിടെ ഇതിനെ വീണ്ടും അനലൈസ് ചെയ്യും. സോ അവിടെ മറ്റു പല സെൻസേഷൻസ് കൂടി വരുന്നുണ്ട്. ഈ തട്ടിയത് മാത്രമായിരിക്കണമെന്നില്ല, വേറെയും ഒരുപാട് കാഴ്ചയുടെ സെൻസേഷൻ ഉണ്ട്, സ്മെല്ലിന്റെ സെൻസേഷൻ, ഇങ്ങനെയൊക്കെ വരികയാണെന്നായിരിക്കും. അപ്പോൾ അത് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് നമ്മൾ പെർസെപ്ഷൻ എന്നാണ് ഇതിനെ പറയാം. പെർസെപ്ഷൻ. ഓക്കെ. സോ ഇവിടെ നടക്കുന്നത് സെൻസേഷൻ ആണ്, ഇവിടെ നടക്കുന്നത് പെർസെപ്ഷൻ. അപ്പൊ നമ്മുടെ കയ്യിൽ തട്ടിയത് ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. ആഹാ, അല്ല, കയ്യിൽ തട്ടിയത് ഒരു മരക്കെട്ടായിരുന്നു. അയ്യേ. സോ ഇത് ബ്രെയിൻ കോർട്ടക്സ്. സോ ഈ ഫീലിങ്സ്, ഈ രണ്ടാമത് പറഞ്ഞ പെർസെപ്ഷൻ നടക്കുന്നത് വെൻ അവർ ബ്രെയിൻ കോർട്ടക്സ് നോ ദീസ്, അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ നടക്കുമ്പോൾ ഓൺലി സെൻസേഷൻ മാത്രമാണ്. സോ അപ്പൊ അതിനെല്ലാം ആദ്യം നമുക്ക് വേണ്ടത് ഈ സെൻസറി റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ആൾ. ഞാൻ ഈ സെൻസറി റിസപ്റ്റേഴ്സിനെ ആദ്യമേ ഞാൻ ഒന്ന് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാണ്. ബേസിക് ടൈപ്സ്, ബേസിക്കലി 2 ടൈപ്സ് നമ്മളാക്കാണ്. സോ ഇറ്റ്സ് എ മെത്തഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഒന്ന് സ്പെഷ്യൽ സെൻസസ് ആണ്. സ്പെഷ്യൽ സെൻസ് അത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. സോ സ്പെഷ്യൽ സെൻസസ് ആൻഡ് ഇറ്റ്സ് റിസപ്റ്റേഴ്സ്. അപ്പോൾ സെൻസർ റിസപ്റ്റേഴ്സ് തന്നെയാണ് അവിടെ ഉള്ളത്. ഒന്ന് കണ്ണിലാണ്, ഐ. കണ്ണിൽ എന്തൊക്കെയുണ്ട്? റോഡ്സ് ഉണ്ട്, കോൺസ് ഉണ്ട്, റെസ്പോണ്ട് ടു ലൈറ്റ്. 2 ഇയർ, ചെവിയിലാണ്. അവിടെ ഉള്ളത് ഹെയർ സെൽസ് ആണ്. ഹെയർ സെൽസ് എന്ന് പറയും. ഒന്ന് ചെവി സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഹെയർ സെൽസ് ഉണ്ട്. രണ്ടാമത്തെ ഹെയർ സെൽസ് റെസ്പോണ്ട് ടു ബോഡി മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡി പൊസിഷൻ ബാലൻസും ഒക്കെ ആയിട്ട് ബന്ധം. മൂന്നാമത്തെ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ബഡ്സ് ആണ് അവിടെ ഉള്ളത്. അത് കെമിക്കൽസ്, ടേസ്റ്റൻസിന് റെസ്പോണ്ട് ചെയ്യുന്ന, കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന. ദെൻ മൂക്കിനകത്ത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് റെസ്പോണ്ട് ടു എന്തിനു കാരണമാണ്? ഒഡോറൻസിനോട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഈ ഭാഗം നമുക്ക് സെപ്പറേറ്റ് പറയണം. സോ ഐ എം നോട്ട് ഡീലിംഗ് വിത്ത് ദിസ് സെൻസർ റിസപ്റ്റേഴ്സിൽ. ഈ ഭാഗം ഞാൻ ഇവിടെ പറയുന്നേ ഇല്ല. ഓൾറെഡി ഞാൻ ഐയെ കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓൾഫാക്ടറി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വീഡിയോ കിടപ്പുണ്ട്. ഇത് ഞാൻ പുറകെ ചെയ്യും, ഉടൻ തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചിട്ടല്ല. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊമാറ്റോ സെൻസറി റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. സൊമാറ്റോ സെൻസറി റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഒന്ന് ക്ലാസിഫൈ ചെയ്തത്. സോ അവർ ഡിസ്കഷൻ ഈസ് ഓൺലി അബൌട്ട് ദീസ് റിസപ്റ്റേഴ്സ്, മെയിൻലി ക്യൂട്ടേനിയസ് സെൻസറി റിസപ്റ്റേഴ്സ് ഏതെല്ലാമാണെന്ന് നമ്മൾ പറയും. ദെൻ മസിൽസിനകത്തൊക്കെ ഉണ്ടെങ്കിൽ മസ്കുലാർ സെൻസറി റിസപ്റ്റേഴ്സ്. ബാക്കി അത്യാവശ്യം ബാക്കി എല്ലാം ഒന്ന് പറഞ്ഞു പോകും. സോ ബേസിക്കലി വി ആർ ഡിസ്കസിങ് ദിസ് തിങ്. ഇത് മാത്രമാണ് ഡിസ്കസ്. ഇനി നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ പോകുന്ന പാത്വേ, ഇത് റിസപ്റ്ററാണ്. ഇവിടുന്ന് പോകുന്ന പാത്വേ കുറിച്ചിട്ടാണ്, റിസപ്റ്ററിനെ കുറിച്ചിട്ടുള്ള. ഈ പാത്വേ ക്യാൻ ബി മൈലിനേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കട്ടി കൂടിയത് കട്ടി കുറഞ്ഞൊക്കെ ആയിരിക്കും. സോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക് ആണെന്നാണ് നമ്മൾ പറയാം. ദീസ് ആർ ഹൈലി സ്പെസിഫിക് ആണ്. ഉദാഹരണത്തിന് കണ്ണിലെ റിസപ്റ്റർ റോഡ്സ് ആർ ഫോർ ഡിം വിഷൻ അല്ലെ, കോൺസോ ഫോർ, അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. കോൺസ് ബ്ലൂ കാണാൻ, റെഡ്, ഗ്രീൻ, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഹൈലി സ്പെസിഫിക് ആണ്. അപ്പൊ ഇതാണ് ഒരു ലോ പറയുന്നത്, മുള്ളേഴ്സ് ലോ ആണ്. മുള്ളേഴ്സ് ലോ പറയുന്നത് ദീസ് സെൻസറി റിസപ്റ്റേഴ്സ് ആർ ഹൈലി സ്പെസിഫിക് ആണ്. ഇപ്പൊ കാണാനുള്ളത് വെച്ചിട്ട് നമുക്ക് വേദന അറിയാൻ പറ്റില്ല, അത്രയൊക്കെ ഉള്ളൂ ഉദ്ദേശിക്കുന്ന ആ സ്പെസിഫിസിറ്റി. ബട്ട് ക്യൂട്ടേനിയസ് അത്ര ഭയങ്കര സ്പെസിഫിക് ഒന്നുമല്ല. ക്യൂട്ടേനിയസ് സ്പെസിഫിക് ആണ് എങ്കിലും, ഇപ്പൊ ഉദാഹരണത്തിന് മീസിനേഴ്സ് കോർപ്പസിൽസ് എന്ന് പറയുന്നത് ടച്ച്, ഇറ്റ് ക്യാൻ റെസ്പോണ്ട് ടു ടച്ച് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ റെസ്പോണ്ട് ടു പ്രഷർ. ടച്ച് വരുമ്പോൾ പ്രഷറും കൂടി വരുന്നുണ്ടല്ലോ ഞെക്കുമ്പോൾ. അപ്പോൾ അത്രയും ഭയങ്കര സ്പെസിഫിക് അല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ദീസ് ആർ ഹൈലി സ്പെസിഫിക്. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് ദ പ്രോപ്പർട്ടി ടു അഡാപ്റ്റേഷൻ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. സോ സെൻസർ റിസപ്റ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ 2 തരം ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് അഡാപ്റ്റിംഗ്, വേഗം അഡാപ്റ്റ് ചെയ്യുന്ന തരം സെൻസർ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് അഡാപ്റ്റിംഗ്. സെക്കൻഡ് അപ്പോൾ സ്ലോലി, പതിയെ മാത്രം അഡാപ്റ്റ് ചെയ്യുന്നതാണ് സ്ലോലി അഡാപ്റ്റ്. ആദ്യത്തേതിൽ ഈ ഫാസ്റ്റ് അഡാപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സ്റ്റിമുലസ് വന്നു, ഓക്കെ, അത് റെസ്പോണ്ട് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ സ്റ്റിമുലസ് വരികയാണെങ്കിൽ ഇപ്പൊ ഇതൊരു സ്റ്റിമുലസ് ആയിരുന്നു,
റെസ്പോണ്ട് ചെയ്തു. രണ്ടാമത്തെ വരുമ്പോൾ അത്രയും റെസ്പോൺസ് ഉണ്ടാവണമെന്നില്ല, ഇത്രയും ഉണ്ടാവണമെന്ന്. സോ ഇങ്ങനെ സബ്സിക്വന്റ് ആയിട്ട് റിഫ്ലക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ റിഫ്ലക്സ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സോ ആക്ഷൻ പൊട്ടൻഷ്യൽ അത്ര അധികം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സബ്സിക്വന്റ് റിഫ്ലക്സ് ഡു നോട്ട് എലിസിറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സെയിം വേ ആസ് പ്രീവിയസ് വൺ. നേരത്തെ ഉള്ളതുപോലെ സബ്സിക്വന്റ് റിഫ്ലക്സ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പെട്ടെന്നാണെങ്കിൽ അതിനെ നമുക്ക് ഫാസ്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയും. സോ ദർ ഇസ് എ ഡിക്ലൈൻ ഇൻ ഡിസ്ചാർജ് ഓഫ് സെൻസറി ഇമ്പൾസസ് വെൻ എ റിസപ്റ്റർ ഈസ് സ്റ്റിമുലേറ്റഡ് കണ്ടിന്യൂസ്ലി ഓർ റിപ്പീറ്റഡ്ലി. ഒരു റിസപ്റ്ററിനെ നമ്മൾ കണ്ടിന്യൂസ്ലിയും ഇങ്ങനെ റിപ്പീറ്റഡ്ലിയും സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഡിക്ലൈൻ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് സെൻസറി ഇമ്പൾസ്. അവിടെ നിന്ന് പോകുന്ന ഇമ്പൾസ് കുറവായിരിക്കും. അതിനാണ് നമ്മൾ ഫാസ്റ്റ് അഡാപ്റ്റിംഗ് എന്ന് പറയുക. സോ ക്ലാസിക് എക്സാമ്പിൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു ബാത്റൂം തീട്ടമണമുള്ള ബാത്റൂമിൽ കയറി ആദ്യം നമുക്ക് ഛർദ്ദിക്കാൻ വരും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റഡ് ആയി. ടച്ച് റിസപ്റ്റർ ഈസ് ഓൾസോ ഫാസ്റ്റ് അഡാപ്റ്റിംഗ് ആണ്. പ്രഷർ റിസപ്റ്റർ ഫാസ്റ്റ് അഡാപ്റ്റിംഗ് ആണ്. ഇനി രണ്ടാമത്തത് സ്ലോലി അഡാപ്റ്റിംഗ് ആണ്. സ്ലോലി അഡാപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേദനയെ കുറിച്ച് പറയാം. ഒരു വേദന വന്നു, വേദന വരികയാണെങ്കിൽ ഓക്കെ, സെയിം ഇമ്പൾസ് ഇങ്ങനെ സെയിം ഇന്റൻസിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇവിടെ റിപ്പീറ്റഡ് സ്റ്റിമുലസ് സ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ്, ഒരു ഈക്വൽ ആംപ്ലിറ്റ്യൂഡിൽ ആ റെസ്പോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്ലോ അഡാപ്റ്റിംഗ് റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഉദാഹരണം ഏതാണെന്ന് വെച്ചാൽ ക്രോണിക് പെയിൻ ആണ്. ക്രോണിക് പെയിൻ ഓർ ഡൾ ഏക്കി പെയിൻ, ഇപ്പൊ പല്ല് വേദന, ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും. അഡാപ്റ്റ് സ്ലോലി. ഓക്കെ, നാലാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടി ജസ്റ്റ് പറഞ്ഞേക്കാം. നാലാമത്തെ എബിലിറ്റി ടു ഇൻഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ റിസപ്റ്ററിനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാം. അത് ആദ്യം ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും, പിന്നെ അവിടെ നിന്ന് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്കി ഉണ്ടാക്കാം. ആൻഡ് ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നതിന് നമ്മളൊരു വാക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. അതിന് നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇമ്പൾസ് ട്രാൻസ്ഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി സെൻസർ റിസപ്റ്റേഴ്സിനെ നമ്മൾ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസപ്റ്റർ. ആ റിസപ്റ്റർ എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിന് നമുക്ക് രണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ എൻഡിങ്സ് ആണ്, ന്യൂറോണൽ ഫ്രീ എൻഡ്, വേറെ ഒന്നുമില്ല, ഫ്രീ എൻഡിങ്സ് ഓഫ് ദ ആ ഡെൻഡ്രൈറ്റ്സിന്റെ അറ്റം അങ്ങനെ തന്നെ ഇരിക്കും. രണ്ട്, അതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ റിസപ്റ്റർ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എൻകാപ്സുലേറ്റഡ് എന്ന് വിളിക്കാം. എൻകാപ്സുലേറ്റഡ് നെർവ് എൻഡിങ് കവേർഡ് വിത്ത് എ സ്പെഷ്യൽ മാറ്റ്. സോ റിസപ്റ്റേഴ്സ് മേ ബി ഫ്രീ എൻഡിങ് ഓർ എൻകാപ്സുലേറ്റ്. അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ രീതിയിൽ, മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെർവ് എൻഡിങ്സ് ഓർ എൻകാപ്സുലേറ്റഡ് ഇതിനെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രതികരിക്കുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെക്കാനോ റിസപ്റ്റേഴ്സ് എന്നൊരു പേര് വിളിക്കാം. റെസ്പോണ്ട് ടു സ്ട്രെച്ച്, ഉദാഹരണം സ്ട്രെച്ച്. ദെൻ തെർമോ റിസപ്റ്റേഴ്സ്, ചൂട് തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്ക്, അങ്ങനെയുള്ളത് തെർമോ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്, കണ്ണിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ്, റെറ്റിന ഓൾറെഡി പറഞ്ഞു, റെസ്പോണ്ട് ടു ലൈറ്റ്. ദെൻ കീമോ റിസപ്റ്റേഴ്സ്, റെസ്പോണ്ട് ടു സം കെമിക്കൽസ്, അത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. സോ ടേസ്റ്റ് ഇസ് ആൻ എക്സാമ്പിൾ. സോ ഇങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസർ റിസപ്റ്റർ. ഓക്കെ, അതിനെ നമുക്ക് എക്സ്റ്ററോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. എക്സ്റ്ററോസെപ്റ്റേഴ്സ്. ഓക്കെ, റിസപ്റ്റേഴ്സ് വിച്ച് ആർ സീൻ എക്സ്റ്റേണലി, പുറത്തെ എൻവയോൺമെന്റുമായിട്ട് പ്രതികരിക്കുന്ന അതിനെയാണ് നമുക്ക് എക്സ്റ്ററോസെപ്റ്റേഴ്സ് എന്ന് പറയാം. റെസ്പോണ്ട് ടു സ്റ്റിമുലസ് ഫ്രം ഔട്ട്സൈഡ്. ഇപ്പൊ ചെവി എക്സ്ട്രോസെപ്റ്റേഴ്സ് ആണ്. സ്കിൻ അല്ല, സ്കിൻ ഈസ് എക്സ്ട്രോസെപ്റ്റർ. രണ്ടാമത്തെ അപ്പം എന്തായിരിക്കും, ഇൻട്രോസെപ്റ്റേഴ്സ്, അകത്തുള്ളത് ഇന്ററോസെപ്റ്റേഴ്സ് എന്ന് നമുക്ക് അവയെ വിളിക്കാം. ശരീരത്തിനകത്തെ ഇൻസൈഡ് ബോഡി സ്റ്റിമുലസ് ഉണ്ടാക്കുന്നത്, ഇപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ GI മൂവ്മെന്റ് സ്ട്രെച്ച് ആവും, ബ്ലഡ് ഫ്ലോ മൂലം ബ്ലഡ് വെസൽ. സോ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് എക്സാമ്പിൾ പറയാനുണ്ട്, ഇതിൽ നിന്നും കുറച്ച് എക്സാമ്പിൾ പറയാൻ. ദീസ് എക്സ്ട്രോസെപ്റ്റേഴ്സ് ക്യാൻ ബി ക്യൂട്ടേനിയസ്, സ്കിന്നിൽ ഉണ്ടാകാം. അതാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്, ക്യൂട്ടേനിയസ് റിസപ്റ്റർ. സോ ഇതിനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ടാക്ടൈൽ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഇപ്പൊ ടച്ച്, പ്രഷർ, വൈബ്രേഷൻ, അങ്ങനെയൊക്കെയുള്ള ഇച്ച്, അങ്ങനെയൊക്കെ ഉള്ളത് ടാക്ടൈൽ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ടെമ്പറേച്ചർ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് ഉണ്ട്, പെയിൻ ആൻഡ് കെമിക്കൽ റിസപ്റ്റേഴ്സ്. ഇപ്പൊ നമുക്ക് ആദ്യം ടച്ച് റിസപ്റ്റർ പറയാം. ടച്ച് റിസപ്റ്റർ ഒന്ന് ഇതാണ്, ഇതിന്റെ പേര് മീസിനേഴ്സ്, MEISSNER, മീസിനേഴ്സ് കോർപ്പസിൽ എന്നാണ്, കോർപ്പസിൽസ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ സെക്കൻഡ് ലെയർ ഡെർമിസ്. ഇത് സെക്കൻഡ് ലെയർ ഡെർമിസ് ആണ്, ഇത് എപ്പിഡെർമിസ് ആണ്, ഇതിപ്പോ സബ്ക്യൂട്ടേനിയസ് ഏരിയ. സോ ഡെർമിസിലുള്ളതാണ്, ഡെർമിസ് ഓഫ് ഹെയർലെസ് സ്കിന്നിലെ ഡെർമിസിനകത്ത് ഉള്ളതാണ്. ഇതൊരു എഗ് ഷേപ്പ് മാസ് ആണ്, അല്ലെ, ഒരു മുട്ടയെ പോലെ ഇരിക്കുകയാണ്. എഗ് ഷേപ്പ് മാസ്, എഗ് ഷേപ്ഡ് മാസ് ആണ്, പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോ കോർപ്പസിൽസ് എന്ന് പേരുണ്ട്. സോ ഇറ്റ്സ് ആൻ എൻകാപ്സുലേറ്റഡ് ആണ്. ക്യാപ്സുലേഷൻസ് പൊതിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ എൻകാപ്സുലേറ്റഡ് എന്ന് വിളിക്കുക, എൻക്ലോസ് ബൈ ക്യാപ്സൂൾ. ആൻഡ് ഇതിന് ടച്ച് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ടച്ചിന്റെ കാര്യമാണെങ്കിലും, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഹാൻഡിൽ പ്രഷർ. പ്രഷറിനെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ദെൻ ഓൾസോ സ്ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ. സോ സ്ലോ ഫ്രീക്വൻസി വൈബ്രേഷനും ഇത് സെൻസ് ചെയ്യാനായിട്ട് ഈ റിസപ്റ്റേഴ്സിന് പറ്റും. ആൻഡ് ദിസ് മീസിനേഴ്സ് ആർ റാപ്പിഡ്ലി അഡാപ്റ്റിംഗ്, വേഗത്തിൽ അഡാപ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ റിസപ്റ്റർ. സോ ഫസ്റ്റ് വൺ ഈസ് മീസിനേഴ്സ് കോർപ്പസിൽ. ഇനി രണ്ടാമത്തെ ടച്ചിനുള്ള റിസപ്റ്റർ, അതിന്റെ പേര് മെർക്കൽ ഡിസ്ക്
ഡിസ്ക് എന്നാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ടാണ് പറയാ. മെർക്കൽ ഡിസ്ക്, MERKEL, മെർക്കൽ ഓർ ടാക്ടൈൽ ഡിസ്ക് എന്നാണ് വിളിക്കുക. ടാക്ടൈൽ ഡിസ്ക് ഇതാണ് രണ്ടാമത്തത്. വേറൊരു പേര് കൂടി ഉണ്ട് ഇതിന്, ടൈപ്പ് 1. ടൈപ്പ് 1 ക്യൂട്ടേനിയസ്, സ്കിന്നിലുള്ളതുകൊണ്ട് ക്യൂട്ടേനിയസ് മെക്കാനോ റിസപ്റ്റേഴ്സ് എന്നും വിളിക്കും. സോ ഇതെല്ലാമാണ് മെർക്കൽ ഓർ ടാക്ടൈൽ ഡിസ്ക്. സോ ഇതിന്റെ ഷേപ്പ് ഒരു ഏകദേശം സോസർ ഷേപ്ഡ് ആണ്. സോ ഇതാണ് അതിന്റെ ഷേപ്പ്. ആൻഡ് നോ എൻകാപ്സുലേഷൻ ഇല്ല, അതിന് ചുറ്റും പ്രത്യേക സംഭവങ്ങളൊന്നുമില്ല, ഫ്രീ നെർവ് എൻഡിങ്സ് തന്നെയാണ്. ആൻഡ് ഈ സെൽസ് ഫ്ലാറ്റൻ റിസപ്റ്റേഴ്സ് വിത്ത് സ്പെഷ്യൽ സെൽസ്, ഇവിടെയുള്ള സെൽസിനെ പേര് വിളിക്കുന്നത്, ഇതിന്റെ പേരാണ് മെർക്കൽ സെൽ. സോ മെർക്കൽ എന്ന് പറയുന്ന ചില സെല്ലുകളുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് മെർക്കൽ സെൽസ്. ആൻഡ് മെർക്കൽ സെൽസ് ഉള്ളത് എപ്പിഡെർമിസ് ലെയർ ഓഫ് ദ സ്കിന്നിലാണ്. ഓക്കെ, സോ ഇത് ടച്ച് ആണെന്ന് പറഞ്ഞു. ടച്ചിനോട് മാത്രമല്ല പ്രഷറിനോടും റെസ്പോണ്ട് ചെയ്യും. സോ ടച്ച് T+P ആണ്. ആൻഡ് ദിസ് ഈസ് എ സ്ലോലി അഡാപ്റ്റിംഗ്. സോ ടച്ചിൽ ഒരെണ്ണം റാപ്പിഡ്ലി അഡാപ്റ്റിംഗ് പറഞ്ഞു, ഒരെണ്ണം സ്ലോലി അഡാപ്റ്റിംഗ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടച്ച് റിസപ്റ്റർ, അത് ഹെയർ റൂട്ട് പ്ലക്സസ് ആണ്. ഇതാണ് ഹെയർ റൂട്ട് പ്ലക്സസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് ഹെയറി സ്കിന്നിൽ ഉള്ളതാണ്. ഇത് ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഈ കാണുന്ന എല്ലാം ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഇത് ഹെയർ ഫോളിക്കിൾ. സോ ദിസ് ഹെയർ ഫോളിക്കിൾ, ഇതൊരു ഹെയർ ഫോളിക്കിൾ ആണെങ്കിൽ ഇതിന് ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുകയാണ്. നീല കളറിൽ കാണുന്ന എല്ലാം നെർവാണ് കേട്ടോ. സ്കിൻ സർഫസ് ഏരിയയിലുള്ള മൂവ്മെന്റ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള മൂവ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി ഇറ്റ് റെസ്പോണ്ട് ടു ക്രൂഡ് ടച്ച് തന്നെ സോഫ്റ്റ് ടച്ച്, ഫൈൻ ടച്ച് ഉണ്ട്, ക്രൂഡ് ടച്ച് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് റാപ്പിഡ്ലി അഡാപ്റ്റിംഗ് ആണ്. സോ ഇറ്റ്സ് എ ഫ്രീ നെർവ് എൻഡിങ് കൂടിയാണ്. അപ്പോൾ നമുക്കിനി ഒരു പ്രഷർ സെൻസിങ് റിസപ്റ്റർ കാണാം. പ്രഷർ സെൻസിങ് റിസപ്റ്ററിലെ പ്രധാനം ഇതാണ്, പെസീനിയൻ കോർപ്പസിൽസ് എന്നാണ് ഇതിന്റെ പേര്. പെസീനിയൻ കോർപ്പസിൽസ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ലാർജ് ഓവൽ ഷേപ്ഡ് ആണ്. നോക്കിയ ഒരു ഓവൽ ഷേപ്ഡ് സാധനമാണ്. ഓക്കെ, ഒരു സോസർ പോലെ ഇരിക്കും. സോ മുട്ടയൊക്കെ പൊരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം പോലെ ഇരിപ്പുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മൾട്ടി ലെയർഡ് ആണ്. ഇങ്ങനെ കാണാം, മൾട്ടി ലെയർഡ് ആൻഡ് ഓൾസോ ലാമെല്ലേറ്റഡ് ആണ്, ഓൾസോ എൻകാപ്സുലേറ്റഡ്. അതിന് ചുറ്റും പൊതിയുണ്ട് അല്ലെ. ഇതാണ് അറ്റമെങ്കിലും അതിന് ചുറ്റും പൊതിയുണ്ട്. സോ ഇറ്റ്സ് ആൻ എൻകാപ്സുലേറ്റഡ്. സോ പ്രഷറിന്റെ കേസാണ് ഞാൻ പറഞ്ഞെങ്കിലും നോട്ട് ഓൺലി ഫോർ പ്രഷർ, ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ കൂടി ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ക്വിക്ലി അഡാപ്റ്റിംഗ്, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു റിസപ്റ്റർ ആണ് പെസീനിയൻ കോർപ്പസ്. സോ പ്രഷറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പ്രഷറിനപ്പം ഇത് പറഞ്ഞ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് മീസിനേഴ്സ് പറഞ്ഞു, പിന്നെ ഉള്ളത് മെർക്കൽ ഡിസ്കും നമ്മൾ പ്രഷറുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. ഇനി അടുത്ത റിസപ്റ്റർ, ക്യൂട്ടേനിയസ് റിസപ്റ്റർ ഈസ് റഫിനീസ് കോർപ്പസൽ. ഇതാണ് ഞാൻ ഈ പറയുന്ന റഫിനീസ്, RUFFINIS, റഫിനീസ് കോർപ്പസ്. സോ ഇത് ഇത്തിരി ഇലോങ്ങേറ്റഡ് ആണ് മാത്രമല്ല ഇറ്റ് ഈസ് ക്യാപ്സുലേറ്റഡ്. പുറത്ത് ക്യാപ്സ്യൂൾ ഉണ്ട്, എൻ്റെ പുറത്ത് ക്യാപ്സ്യൂൾ ഉണ്ട്. അറൌണ്ട് ദ ഡെൻഡ്രൈറ്റ്സ്, ഇതെല്ലാം അതിന്റെ ഡെൻഡ്രൈറ്റ്സ് ആണ്, ചുറ്റും ക്യാപ്സ്യൂൾ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡീപ്പ് ഇൻ ദ ഡെർമിസ്. സോ നോക്കുക, ഇത് ഡെർമിസിന്റെ അകത്താണ് കാണുക. ആൻഡ് ലിഗമെന്റ്സിലും ടെൻഡൻസിലും, ദിസ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ദ ലിഗമെന്റ്സ് ആൻഡ് ഓൾസോ ഇൻ ദ ടെൻഡൻസിലും കാണും. ഇതിന് വേറൊരു പേരുണ്ട്, നേരത്തെ ഒരെണ്ണത്തിന് വേറെ പേര് പറഞ്ഞ പോലെ ഇതിന് ടൈപ്പ് 2 ക്യൂട്ടേനിയസ് മെക്കാനോ റിസപ്റ്റേഴ്സ് എന്നുകൂടി നമുക്ക്. സോ ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ സ്റ്റിമുലസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രെച്ച് ആണ് ഇതിന്റെ പ്രധാനമായിട്ടും ഇത് ഡിറ്റക്ട് ചെയ്യുക. സ്കിന്നിന്റെ സ്ട്രെച്ച് ഡിറ്റക്ട് ചെയ്യും. ആൻഡ് ദിസ് ഈസ് സ്ലോലി അഡാപ്റ്റിംഗ്, വളരെ സ്ലോലി മാത്രം അഡാപ്റ്റ് ചെയ്യുന്ന റിസപ്റ്റർ കൂടിയാണ് ദിസ് റഫിനീസ് കോർപ്പസിൽസ്. അടുത്തത് ലാസ്റ്റ് ടൈപ്പ് ഈസ് ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഇപ്പൊ ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന ഫ്രീ നെർവ് എൻഡിങ്സ്. ഒരെണ്ണമാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇതേപോലെ 100 കണക്കിന് കാണും. ഈ പോകുന്ന ട്രാക്ട് വ്യത്യാസം ഉണ്ടാവും. ഇത് വേദനയുടെ ആണെങ്കിൽ ഇത് ഇച്ചിന്റെ ആയിരിക്കും ചിലപ്പോൾ പോവുക. സോ ഇത് തന്നെ ഇച്ചും ഇത് തന്നെ വേദനയാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഓക്കെ, എനിവേ ഒരു പടം ഞാൻ വരച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഫ്രീ നെർവ് എൻഡിങ്സ് പലതരം സ്റ്റിമുലസിനോടും ഫ്രീ നെർവ് എൻഡിങ്സ് റെസ്പോണ്ട് ചെയ്യും. ചിലത് സ്ലോ ആണ്, ചിലത് ഫാസ്റ്റ് ആണ്. ഉദാഹരണം 1 ഈസ് ഇച്ച് ആൻഡ് ടിക്കിൾ. ഇച്ചും ടിക്കിളും പിടിക്കാനായിട്ട് ചില ഫ്രീ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഇച്ച് എന്ന് വെച്ചാൽ ചൊറിച്ചിലാണ്, ടിക്കിൾ ഇക്ലിയാണ്. ചിലത് വായിലും, ഉദാഹരണം ഓറൽ ക്യാവിറ്റിയിലുണ്ട്, ഇപ്പൊ വജൈന, അവിടെയൊക്കെ ഇതേപോലത്തെ റിസപ്റ്റേഴ്സ് കാണും. ദെൻ ഫ്രീ നെർവ് എൻഡിങ്സ് ഇതേപോലെയുള്ള ഫ്രീ നെർവ് എൻഡിങ്സ്. ഇതൊരു ഫ്രീ നെർവ് എൻഡിങ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് എന്ത്, കോൾഡ് ആൻഡ് വാംത്ത് അറിയാനും ഇതേപോലെ ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഇത് പോകുന്നത് വേറെ വഴിയായിരിക്കും, അത്രേ ഉള്ളൂ, ഇതായിരിക്കണം എന്നില്ല. സോ ഇപ്പൊ ഉദാഹരണം +32 to 48 വരെയൊക്കെ അറിയുന്നത് വാം റിസപ്റ്റേഴ്സ് ആണ്, വാംത്ത് റിസപ്റ്റർ. ഒരു 10 മുതൽ ടെമ്പറേച്ചർ 10 മുതൽ 40 വരെയൊക്കെ അറിയാനായിട്ട് കോൾഡ് റിസപ്റ്റേഴ്സിനും പറ്റും. പക്ഷെ മൈനസ് ടെമ്പറേച്ചർ -10 ഒക്കെ ആണെങ്കിൽ അപ്പൊ അതറിയുന്നത് കോൾഡ്
ആൻഡ് വാംത്ത് റിസപ്റ്റേഴ്സ് അല്ല, അതറിയുന്നത് പെയിൻ റിസപ്റ്റേഴ്സ് ആണ്. പെയിൻ റിസപ്റ്റേഴ്സ് നമ്മൾ വേറൊരു പേര് വിളിക്കും നോസിസെപ്റ്റേഴ്സ് എന്നും വിളിക്കും. സോ അതറിയുന്ന നോസിസെപ്റ്റേഴ്സ് ആണ്. ഇനി പെയിൻ റിസപ്റ്റർ എന്ന് പോകുന്നു, ഇപ്പൊ ഇതൊരു പെയിൻ റിസപ്റ്റർ ആണെന്ന് വിചാരിക്കുക. പെയിൻ റിസപ്റ്റർ എന്ന് പോകുന്ന പാത്ത് വേ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഭയങ്കര ഒരു മുറിവ് കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോകുന്നത് ഫാസ്റ്റ് പെയിൻ പാത്ത് വേ ആണ്. അത് പോകുന്നത് ഡെൽറ്റ ഫൈബേഴ്സ് ആയിരിക്കും. ഒരു ചെറിയ ഇങ്ങനെ മുറിവ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് സ്ലോ ഏക്കിംഗ് പെയിൻ ഒക്കെ ആണെങ്കിൽ ഇത് പോകുന്നത് സി ഫൈബേഴ്സ് ആണ്. വണ്ണം കുറഞ്ഞ സി ഫൈബേഴ്സ് ആയിട്ടായിരിക്കും പോവുക. സോ അത് നമുക്ക് പെയിനിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ചില കെമിക്കൽസ് വീഴാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോഡി ഈസ് എക്സ്പോസ് ടു സം ആസിഡ്. സോ അതറിയാനായിട്ട് ആസിഡ് സെൻസിങ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇഞ്ചുറി, അതും പെയിൻ സെൻസറി സ്റ്റിമുലേറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്പാസം, എല്ലാം ഞാൻ പറയുന്നത് നോസിസെപ്റ്റേഴ്സ് വേദനയെ കുറിച്ചിട്ടാണ്. മസിൽ ഭയങ്കരമായിട്ട് കൺട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മസിൽ ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്, അപ്പൊ സ്പാസം എന്നാണ് പറയാം. സ്പാസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. അല്ലെങ്കിൽ മസിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ്, അതും വേദന ഉണ്ടാകും. അല്ലെങ്കിൽ മസിൽസിലേക്ക് ഓക്സിജൻ വരുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കാം അനോക്സിയ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇഷ്കീമിയ. അത് പെയിൻ സെൻസറി സ്റ്റിമുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ദീസ് ഓൾ ക്യാൻ സ്റ്റിമുലേറ്റ് പെയിൻ. സോ പെയിനെ നമുക്ക് ഒരുപാട് സ്റ്റിമുലസ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ പെയിൻ റിസപ്റ്റേഴ്സ് ഓർ നോസിസെപ്റ്റേഴ്സ്. ഇനി വൈറ്റിനകത്ത് ഇന്ററോസെപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ജസ്റ്റ് പെയിൻ പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ വൈറ്റിനകത്ത് ഒരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കയ്യിലൊക്കെ ഫീൽ ചെയ്യും. ഇപ്പൊ അഞ്ചൈന, ഹൃദയത്തിലുള്ള വേദന കയ്യിൽ ഫീൽ ചെയ്യും. അതിന് നമ്മൾ വിളിക്കുക റെഫേർഡ് പെയിൻ എന്നാണ്. കാരണം ഒരേ നെർവിന്റെ അറ്റം തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അറിയും. ഇനി എക്സ്ട്രോസെപ്റ്റേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ളത് ക്യൂട്ടേനിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇപ്പൊ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, സ്മെൽ ഉണ്ട്, ദെൻ ലൈറ്റ്, ഇതെല്ലാം എക്സ്ട്രോ റിസപ്റ്റേഴ്സ് തന്നെയാണ്. ഇപ്പൊ ലൈറ്റും സൗണ്ടും അതിനെയൊക്കെ നമുക്ക് ടെലി റിസപ്റ്റേഴ്സ് എന്ന വാക്കും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ഉപയോഗിക്കാറുണ്ട്. ബട്ട് ദീസ് ഓൾ എക്സ്ട്രോസെപ്റ്റേഴ്സ് തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് ഇന്ററോസെപ്റ്റേഴ്സ് ആണ്. ഇന്ററോസെപ്റ്റേഴ്സിനെ നമുക്ക് രണ്ട് തരമാക്കാം. ആദ്യത്തെ നമ്മൾ പറയുന്നത് പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ പ്രൊപ്രിയോസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരീരത്തിന്റെ മസിൽ. സോ ഇത് കൈയാണ്, ഇത് തല, ആളുടെ തല, കണ്ണ്, ഓക്കെ, ഇത് നെഞ്ച്, ഹൃദയം. സോ കൈയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവല്ലോ, ഇത് കൈ വരച്ചു വെച്ചിരിക്കുകയാണ്. സോ കയ്യിൽ ഇവിടുത്തെ ഒരു മസിലാണ്, അത് വലുതാക്കി ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. സോ ഈ ശരീരത്തിലെ മസിൽസിന്റെ പൊസിഷൻ, തലയുടെ പൊസിഷൻ, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനോട് പ്രതികരിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ്. തല എവിടെ, കാലെവിടെ, ഇതാണ് അത് നോക്കുക. സോ റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ പൊസിഷൻ ഓഫ് അവർ ഹെഡ് ആൻഡ് പൊസിഷൻ ഓഫ് അവർ ബോഡി ആൻഡ് അലൗസ് ഓൾസോ ടു എസ്റ്റിമേറ്റ് ദ വെയിറ്റ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റും ഒക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ മസിൽസ് ആൻഡ് ജോയിന്റ്സിലുള്ള റിസപ്റ്റർ ആണ് മസിൽ സ്പിൻഡിൽ. സോ ഇതാണ് മസിൽ സ്പിൻഡിൽ എന്ന് പറയാം. മസിൽ സ്പിൻഡിൽ റിസപ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പൊ സ്കെൽറ്റൽ മസിലെ മസിൽ സ്പിൻഡിൽ, മസിൽസിന്റെ നീളം, ഈ മസിൽസിന് നീളങ്ങൾ വ്യത്യാസമുണ്ടോ, ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നോക്കുക. ഇമ്പോർട്ടന്റ് ഇൻ സ്ട്രെച്ചിലാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സ്ട്രെച്ച് ഓഫ് ദ മസിൽ. സോ ഈ റിസപ്റ്റേഴ്സ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു വരുന്ന, അപ്പൊ ഇത് റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് തിരിച്ചു വരുന്നതാണോ. സോ തിരിച്ചു വരുന്നത് ഇൻട്രാഫ്യൂസൽ മസിൽസിലേക്കും അതിലേക്ക് ഗാമ മോട്ടോർ ന്യൂറോണായിരിക്കും. എക്സ്ട്രാ ഫ്യൂസിലാണെങ്കിൽ അങ്ങോട്ടേക്ക് ആൽഫ മോട്ടോർ ന്യൂറോൺസിനേക്ക് അയച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ മസിൽസിന്റെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് ഇപ്പോൾ ഒരു മസിൽ ചുരുങ്ങുമ്പോൾ മറ്റൊരു മസിൽ കൺട്രാക്ട് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ദിസ് മസിൽ സ്പിൻഡിൽസ് ഉള്ളത്. രണ്ടാമത്തത് ഇവിടെ ഉള്ളത് ടെൻഡൺ. ഇത് ടെൻഡൺ ആണല്ലോ, ഇതിപ്പോ മസിൽസ് അത് എല്ലുമായിട്ട് വന്ന് ചേരുന്ന ഭാഗമാണ്. സോ ഈ ഭാഗം ഞാൻ വൈറ്റ് കളറിൽ വരച്ചുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സോ ഇത് ടെൻഡണിനകത്തുള്ള ഗോൾജി ടെൻഡൺ ഓർഗൻ എന്ന് പറയുന്ന ഒരു റിസപ്റ്ററാണ്. ഇത് റിസപ്റ്ററാണ്. സോ ഇവിടെ ടെൻഷൻ ഇൻ ദ മസിൽ, ഈ മസിൽസിലുള്ള ടെൻഷൻ ആണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്ത് പറ്റും, ടെൻഡൻ റിഫ്ലക്സ് വന്നു കഴിഞ്ഞാൽ, ഈ ടെൻഡന്റെ റിഫ്ലക്സ് വന്നു കഴിഞ്ഞാൽ ഈ മസിൽസിനെ റിലാക്സ് ചെയ്യും. സോ ടെൻഡൻ റിഫ്ലക്സ് ക്യാൻ റിലാക്സ് ദ മസിൽ. ഇനി ചെവിയിലുണ്ട് ഇതേപോലത്തെ പ്രൊപ്രിയോസെപ്റ്റേഴ്സ് അല്ല എങ്കിലും അതേപോലെയുള്ള ഒരു റിസപ്റ്ററാണ് ഹെയർ സെൽസ്. അത് നമുക്ക് ചെവിയുടെ കാര്യം പറയുമ്പോൾ പറയാം. ഇനി ഇന്ററോസെപ്റ്റേഴ്സ് ഉള്ളത്, മറ്റേ ഇന്ററോസെപ്റ്റേഴ്സ് ഉള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ലങ്സ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽ. സോ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന സ്ട്രെച്ച് നോക്കാനായിട്ട് സ്ട്രെച്ച് റിസപ്റ്റർ. ദെൻ ബാരോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് ഹൃദയത്തിന്റെ അയോട്ട ഇങ്ങനെ അങ്ങ് വളയനോട് കരോട്ടിഡ് സൈനസിലും അയോട്ടിക് ആർച്ചിലും എല്ലാം, ഇവിടെ കരോട്ടിഡ് സൈനസ്, ഇവിടെ അയോട്ടിക് ആർച്ച്, ഇവിടെ എല്ലാം ബാരോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ കീമോ സെൻസേഴ്സ്, അത് ഇവിടെ ഉണ്ട്. കീമോ സെൻസേഴ്സ് മെഡുല്ല ഏരിയയിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് കെമിക്കൽസ് ഒക്കെ അളന്നുകൊണ്ടിരിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഓസ്മോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ കിഡ്നിയിലൊക്കെ ഓസ്മോ റിസപ്റ്റേഴ്സ് ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റിസപ്റ്റേഴ്സ്. സോ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട റിസപ്റ്റേഴ്സ്. പക്ഷെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് സ്കിന്നിൽ ക്യൂട്ടേനിയസ് റിസപ്റ്ററും
വെറും 2 നമ്മൾ പറഞ്ഞത് മസിൽ സ്പിൻഡിലും ഗോൾജി ടെൻഡനുമാണ്. ബാക്കിയെല്ലാം നമുക്ക് സെപ്പറേറ്റ് വേറെ പഠിക്കാനുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.